ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പം LDC എക്സാമുകൾ, പല ജില്ലകളുടെയും LDC എക്സാമുകളൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ LP UP എക്സാമുകൾ ഇതൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ പലർക്കും വേണ്ടത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ വിചാരിച്ചത്ര അല്ലെങ്കിൽ വിചാരിച്ച പോലെ പഠിക്കാനോ അല്ലെങ്കിൽ ആ ഒരു എക്സാം പെർഫോം ചെയ്യാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കുള്ള ഒരു സുവർണ അവസരമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതിനുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രമോഷൻ സാധ്യതകളുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാനും നല്ലൊരു ജോലി നമുക്ക് നേടാനും സാധിക്കും. അപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമുകൾക്ക് വന്നിട്ടുള്ള മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, മാത്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തു നിന്നുള്ള ടോപ്പിക്കൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. 40 മീറ്റർ തൻ്റെ ഓഫീസിൽ നിന്നും വടക്കു ദിശയിലേക്ക് നടക്കും. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ വീണ്ടും നടക്കും. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 34 മീറ്റർ നടക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തൻ്റെ ഓഫീസിൽ നിന്നും എത്ര ദൂരത്താണ്? നമുക്കറിയാം, ഡയറക്ഷൻസ് എന്നുള്ള ഭാഗത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ ദിശ എന്ന ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. എപ്പോഴും നമുക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. റീസണിങ് പാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. നമുക്കറിയാം, എളുപ്പത്തിൽ, അതായത് രണ്ട് രീതിയിലാണ് അവിടെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് വരാറുള്ളത്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ ഫിഗർ വരച്ച് വരുമ്പോൾ ഒരു മട്ടത്രികോണം കിട്ടും. അതല്ലെങ്കിൽ നമുക്കൊരു ചതുരമോ സമചതുരമോ കിട്ടും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു ദൂരം നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു പേപ്പറിനകത്ത് ഇത് മുകൾ ഭാഗം എപ്പോഴും വടക്കും താഴ്ഭാഗം തെക്കുമായിരിക്കും. അതേപോലെ ഇടത് ഭാഗം പടിഞ്ഞാറും അല്ലെങ്കിൽ വെസ്റ്റും വലതുഭാഗം ഈസ്റ്റുമായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇനി ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഒരാൾ തൻ്റെ ഓഫീസിൽ നിന്നും 40 മീറ്റർ തൻ്റെ ഓഫീസിൽ നിന്നും വടക്കു ദിശയിലേക്ക് നടന്നു. വടക്കു ദിശയിലേക്ക് എന്ന് പറയുമ്പോൾ മുകളിലോട്ട് എത്രയാണ്? 40 മീറ്റർ. അതിനുശേഷം എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ സഞ്ചരിച്ചു. വലത്തോട്ട് എന്ന് പറയുമ്പോൾ കിഴക്കോട്ട്. എത്ര മീറ്റർ നടന്നു? 8 മീറ്റർ നടന്നു. അതിനുശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 34 മീറ്റർ നടക്കും. 34 മീറ്റർ. അപ്പം നമ്മൾ ഇവിടം വരെ എഴുതി 34 മീറ്റർ. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നീട്ടാഞ്ഞത്? ഇവിടെ ഓൾറെഡി 40 മീറ്ററേ ഉള്ളൂ. 34 മീറ്റർ എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ കുറവായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ വരച്ച് നിർത്തിയത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോൾ എ എന്ന് പറയുന്ന ആള് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. എ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. അവിടെ നിന്നും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ബി എന്ന പോയിന്റിലേക്കുള്ള അകലം അല്ലെങ്കിൽ ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഈ ചിത്രത്തിനൊന്ന് മുഴുവനാക്കാൻ പോവുകയാണ്. ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക. ഇത്രയും ഭാഗം 34 ആണെങ്കിൽ ബാക്കിയുള്ള ഭാഗം എത്രയായിരിക്കും? 6 മീറ്റർ ആയിരിക്കില്ലേ? അതേപോലെ മുകൾ ഭാഗം 8 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ നേരെ താഴെ വരുന്നതും എത്ര തന്നെയാണ്? 8 മീറ്റർ തന്നെയാണ്. ആണല്ലോ. അപ്പോൾ എ എന്ന ബിന്ദുവിൽ നിന്ന് എവിടേക്ക്? ബി എന്ന ബിന്ദുവിലേക്കുള്ള അകലമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ 6 മീറ്റർ ആണെങ്കിൽ, എയുടെ ഈ ഒരു ഭാഗത്ത് 6 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 6 മീറ്റർ ആണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റി വളഞ്ഞു വരേണ്ട കാര്യമുണ്ടോ? അല്ല. എയും ബിയും തമ്മിൽ നമ്മൾ ഡയഗണലി അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മട്ടത്രികോണം കിട്ടും. ആ മട്ടത്രികോണത്തിൻ്റെ പാദം 8 മീറ്ററും ലംബം എന്ന് പറയുന്നത് 6 മീറ്ററുമാണ്. കർണമാണ് ഇയാൾ സഞ്ചരിച്ച ദൂരം. അപ്പം എത്ര വരും? √8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് കർണം സ്ക്വയർ എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കർണം കിട്ടും. അപ്പം √64 പ്ലസ് 36. അപ്പോൾ √100 എന്ന് കിട്ടും. √100 എന്ന് പറയുന്നത് 10 മീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ ഓപ്ഷൻ ബി 10 മീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആ ഒരു 2 സ്റ്റേജിലായിട്ടാണ് അന്ന് എക്സാം നടന്നത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാത്സ് ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കിരൺ ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായി നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക എത്ര? അതായത് അയാൾ നിക്ഷേപിച്ച തുക എത്രയാണ്? 50,000 രൂപയാണ്. ഇത് പലിശ കൂട്ടുപലിശ എന്നുള്ള ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ്. പി എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അതേപോലെ തന്നെ ഇവിടെ വാർഷിക പലിശ നിരക്ക് എന്നാ പറഞ്ഞത്. ഒരു വർഷത്തേക്ക് 12% പലിശ. പക്ഷേ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുന്ന സ്ഥലത്താണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പൊ പലിശ എന്തായിട്ട് കുറയണം? അതിന്റെ പകുതിയായിട്ട് കുറയണം. അപ്പൊ ഇവിടെ 6 ആയിട്ട് എടുക്കേണ്ടത് 12/2 6%. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്? ഒരു വർഷത്തേക്ക് 12%. അപ്പൊ നമ്മൾ 6 മാസത്തേക്ക് കണക്കാക്കുമ്പോൾ അല്ലെങ്കിൽ അർദ്ധവാർഷികമായി കണക്കാക്കുമ്പോൾ അതിന്റെ നേർ പകുതി എടുക്കണം. സോ നമ്മൾ 6%. ഒരു വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. എന്ന് പറയുന്നത് ഒരു വർഷമാണ്. പക്ഷേ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുമ്പോൾ ഒരു വർഷത്തിൽ എത്ര അർദ്ധവർഷങ്ങളുണ്ട്? 2 അർദ്ധവർഷങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ 2 ആയിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് കൂട്ടുപലിശ കണക്കാക്കാനുള്ള ഇക്വേഷൻ? A = P × 1 + R/100 ഹോൾ ഘാതം n എന്നുള്ളതാണ്. അപ്പൊ P അറിയാം, 50,000 ആണ്. 50,000 ഇൻറ്റു ഇവിടെ 1 + R/100 ഹോൾ ഘാതം 2. 1 + R/100നെ നമുക്ക് 106/100 എന്ന് എഴുതാം. അപ്പോൾ 50,000 ഇൻറ്റു 106/100 ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് 2 തവണ ഗുണിക്കണം. ഇൻറ്റു 106/100. ഇനി പരമാവധി വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയുക. ബാക്കിയുള്ളത് ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. അപ്പം ഇവിടുത്തെ 2 പൂജ്യവും ഇവിടുത്തെ 2 പൂജ്യവും വെട്ടി. അതുപോലെ തന്നെ ഇവിടുത്തെ 2 പൂജ്യവും ഇവിടുത്തെ 2 പൂജ്യവും വെട്ടി. അപ്പം 106 ഇൻറ്റു 106 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. 6 6 36 3 വരും. 1 6 പിന്നെ 0 0 0 6 0 1. അപ്പം നമുക്ക് എത്ര കിട്ടും? ഉത്തരം 3. 6 6 12. ബാക്കി 1 1. അപ്പോൾ 11,236 ഇൻറ്റു ഇവിടെ ഒരു 5ഉം കൂടെ ഉണ്ട്. ആ 5നെയും കൊണ്ട് ഗുണിക്കണം. 5 6 30. ബാക്കി 3. 3 15 3 18. ബാക്കി 1 2 10 1 11. 5 5 1 6 5 5. അപ്പോൾ 56,180 രൂപയാണ് അയാൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ തിരികെ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത്. 56,180. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത് നോക്കാം. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇപ്പോൾ LDC എക്സാമും LPUP എക്സാമും ഒക്കെ എഴുതി നല്ല രീതിയിൽ പെർഫോം ചെയ്യാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ, അവർക്ക് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഉള്ളൊരു അവസരമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും കൂടിയാണ്. അപ്പം ആ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം. നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. നമുക്കറിയാം ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ വളരെ കൂടുതലാണ്. അപ്പം നന്നായി പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു PSCയുടെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ നേരത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഹറിബറി ഒന്നും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് എല്ലാ കണ്ടന്റും വളരെ തറവായി പഠിച്ചു പോകാനുള്ളൊരു സമയം നമുക്ക് കിട്ടും. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങുന്നത് തന്നെയാണ് നല്ലത്. എങ്കിൽ മാത്രമേ നമുക്ക് റിവിഷനുള്ള സമയം കിട്ടുള്ളൂ. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ എത്ര കണ്ടന്റ് പഠിച്ചു എന്നുള്ളതിലല്ല, ആ പഠിച്ച കണ്ടന്റ് എത്രത്തോളം തവണ നമ്മൾ ആവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ മെമ്മറിയിൽ അത് നിൽക്കുകയുള്ളൂ. കാരണം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് പഠിക്കുന്നത്. നിങ്ങൾ ഡിഗ്രിക്ക് ചിലപ്പോൾ ആർട്സുകാരായിരിക്കാം, സയൻസുകാരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടന്റുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും അവിടെ. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം അതിനായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡിയാണ്. അതായത് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ നമ്മൾ തരും. അതിനകത്ത് എല്ലാ സബ്ജക്റ്റുകളും ഉണ്ടായിരിക്കും. എല്ലാ കണ്ടന്റിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആയിരിക്കും നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്.
ഡെയിലി എക്സാമുകൾ, അതായത് നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകൾ ഉണ്ടായിരിക്കും. ആ എക്സാമുകൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാം എവിടേക്കാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്, ഏതൊക്കെ ഭാഗത്താണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം നമ്മൾ ഓരോ വീക്കിലും മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ മോഡൽ എക്സാമുകൾ എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ എങ്ങനെ നമുക്കൊരു എക്സാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മെൻറ്റർ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം. ഹാഷ് എന്നത് ഇൻറ്റു ആണെങ്കിൽ, അറ്റ് എന്നത് ഡിവിഷൻ ആണെങ്കിൽ, ഇത് ഡിവിഷൻ ആണെങ്കിൽ ഈ ഒരു സിമ്പിൾ പ്ലസ് ആണെങ്കിൽ, വി എന്നത് മൈനസ് എന്നാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ വില കണ്ടുപിടിക്കുക. ഇത് നമ്മളെ ബോർഡ് മാസ് റൂളൊക്കെ ആയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്ത് നമുക്ക് പറയാം. ഒരു റീസണിങ് പോലെയുള്ള ക്വസ്റ്റ്യനുമാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, പക്ഷെ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ സിമ്പിൾസ് ഒക്കെ മാറ്റി എഴുതുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. 6 എന്ന് എഴുതി, പിന്നെ ഹാഷാണ്. ഹാഷിന് പകരം നമ്മൾ എന്തിടണം? ഇൻറ്റു 13. ഇനി ഈ ഒരു സിമ്പിൾ അതിന് പകരം നമ്മൾ എന്തെഴുതണം? പ്ലസ് 45. ഇനി അറ്റ് എന്നുള്ളതിന് പകരം ഡിവിഷൻ ആണ്, അപ്പം 3 അല്ലെങ്കിൽ ഹരണമാണ് 3. ഇനി വി എന്നതിന് പകരം എന്താണ്? -7. ഹാഷ് എന്നത് ഇൻറ്റു ആണ്, അപ്പോൾ 12 ഇൻറ്റു 12. ഇനി സിമ്പിൾ ആയില്ലേ? ഇനി നമ്മൾ ബോർഡ് മാസ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം ബ്രാക്കറ്റ് ഇവിടെ ഇല്ല, ഓഫ് ഇല്ല. പിന്നെ എന്താണുള്ളത്? ഹരണമുണ്ട്, ഡിവിഷൻ അല്ലേ? അപ്പം ഹരണം ചെയ്യണം. അപ്പോൾ 6 × 13 പ്ലസ് 45നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 15 ആണ് കിട്ടുക. -7 × 12. ഇനി ഹരണം കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താ? ഗുണനമാണ്. 13ഉം 6ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ 6 3 18, 1 6 1 7, 78 ആണ്. പ്ലസ് 15 മൈനസ് 12 × 7 എന്ന് പറയുമ്പോൾ 84 ആണ്. 78ൽ നിന്ന് 84 കുറയ്ക്കുമ്പോൾ നമുക്ക് -6 എന്നാണ് കിട്ടുക. 15ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ നമുക്ക് 9 എന്ന് ഉത്തരം വരും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈ സൈൻ മാറ്റുന്ന സമയത്ത് നമ്മൾ മിസ്റ്റേക്സ് വരുത്തരുത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അടുത്തത് നോക്കാം. ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ 7:10 എന്ന് കാണിക്കുന്നു എങ്കിൽ ക്ലോക്കിൽ കാണിച്ച യഥാർത്ഥ സമയം എത്ര? ഇത് ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി പലർക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നൊരു സംശയം, ഇത്രയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമോ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം അല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. പക്ഷേ എപ്പോഴും എന്താണ്, എല്ലാ ഭാഗവും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് തരാറുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സിൻ്റെ ഭാഗം മറ്റുള്ള ഭാഗത്തെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. എപ്പോഴും നമുക്ക് ഈ പഠിക്കാനുള്ള കുറച്ച് ഒരു ടോപ്പിക്കുകളുണ്ട്. അതായത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലേ, ദൂരവും സമയവും, അതുപോലെ ദൂരവും വേഗതയും, സമയവും ജോലിയും, പലിശ, അങ്ങനെ അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും കൺസെപ്റ്റ് ക്ലിയർ ആയി പഠിച്ചു പോവുക. അപ്പം നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇത് പ്രതിബിംബ സമയമാണ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ്, പ്രതിബിംബ സമയത്തിൽ തന്നിട്ട് യഥാർത്ഥ സമയം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന സമയം നോക്കുക. തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 7:10 ആണ്. 7:10 എന്ന് പറയുന്നത് 11നേക്കാൾ അല്ലെങ്കിൽ 12നേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 11:60ൽ നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുന്നു. 7:10 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 50 വരും അല്ലേ? 0 കുറച്ചാൽ 0, 6ൽ നിന്ന് 1 കുറച്ചാൽ 5, 11ൽ നിന്ന് 7 കുറച്ചാൽ 4. അപ്പോൾ എത്രയാണ് സമയം? 4:50 ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് മുൻപ് നടന്ന എക്സാമുകളിലെ മാത്സ് ഭാഗത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ള ഒരു വളരെ നല്ലൊരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങാത്തവരെ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്